السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين برضا الله أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിനയം നമ്മുടെ ജീവിതത്തിലെ മുഖമുദ്രയാക്കിയാലോ നമുക്ക് തീർത്തും വിജയത്തിലേക്ക് കുതിക്കും. കാരണം നാം ഇവിടെ വന്ന ഓരോരുത്തരും ഓരോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, അല്ലേ? ഓരോ ലക്ഷ്യം വെച്ചുകൊണ്ട് നാം തീർത്തും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തും, പല അധ്വാനിക്കും, കഠിനാധ്വാനം ചെയ്യും. നമ്മുടെ കൊണ്ട് എന്തെല്ലാം സാധിക്കുമോ അതൊക്കെ നാം ചെയ്യും. അപ്പോൾ അതിനിടയ്ക്ക് ആത്മവിശ്വാസം വെക്കും. അങ്ങനെ ഒരു നാം ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മോട്ടിവേഷൻ എല്ലാം എന്തെല്ലാം കേൾക്കുന്നുണ്ടോ അതൊക്കെ നാം ചെയ്തു തീർക്കും. ആ സമയത്ത് നാം മറന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? വിനയം എന്നുള്ളത്. ആ വിനയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിനയമുണ്ടെങ്കിൽ തീർത്തും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് എളുപ്പമായി തീരും. കാരണം നമുക്കറിയാം, വിനയം കൊണ്ട് വിജയിച്ച പല മഹാന്മാരുടെ കഥ നമുക്കറിയാം. പക്ഷെ അഹങ്കരിച്ച് വിജയിച്ചവരുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടോ? അഥവാ അവർ വിജയിച്ചിട്ടുണ്ടെങ്കിലും അവർ നമ്മൾ ഇഷ്ടപ്പെടാറുണ്ടോ? ഇല്ല. നാം അവരൊരിക്കലും ഇഷ്ടപ്പെടാൻ നാം ആഗ്രഹിക്കില്ല. കാരണം അവർ അഹങ്കരിക്കുന്നവരാണ്. അതുകൊണ്ട് അവരൊരിക്കലും ഇഷ്ടപ്പെടാൻ നാം ശ്രമിക്കില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിനയം എന്നുള്ളത്. Humility is the very important matter in the life. നാം അത് മനസ്സിലാക്കണം. ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. യഥാർത്ഥമായൊരു കഥ തന്നെയാണ്. ഈ കേരളത്തിൽ തന്നെ നടന്നൊരു കഥയാണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ സുരേഷ് എന്നൊരു വ്യക്തി താമസിക്കുകയുണ്ടായി. ആ വ്യക്തിക്ക് പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല. തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ആ സുരേഷ് എന്നുള്ള വ്യക്തി. അവൻ എങ്ങനെയോ കഴിച്ചുകൂട്ടി 10ാം ക്ലാസ് പാസ്സാവുകയാണ്. എന്നിട്ട് ഒരു ഹോട്ടലിൽ അവൻ ജോലിക്ക് കയറുകയാണ്. ആ സമയത്ത് അവൻ്റെ ജോലിയിലെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പാത്ര കഴുകലാണ്. നാം ഏവരും ഒരു ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് പാത്ര കഴുകൽ. കാരണം നാം കഴിച്ച ഭക്ഷണത്തിന് പാത്രം തന്നെ നാം മര്യാദയ്ക്ക് കഴുകാറില്ല. അത് നമുക്ക് പലപ്പോഴും അലസത തോന്നാറുണ്ട്. അപ്പോൾ ഇവന്റെ പ്രധാനപ്പെട്ട കാര്യം പാത്ര കഴുകലാണ്. ആരുടെ പേര് പോലും അറിയാത്ത, മുഖം പോലും കാണാത്തവർ ഭക്ഷിച്ച പാത്രങ്ങളാണ് ഈ സുരേഷ് കഴുകുന്നത്. പക്ഷെ അവന് ഒട്ടും ഈ ജോലിയിൽ മടുപ്പ് വന്നില്ല. അവൻ ഈ ജോലിയിൽ തന്നെ കഠിനാധ്വാനം ചെയ്യുകയാണ്. അങ്ങനെ അവൻ്റെ കൂടെയുള്ളവർ, അവൻ്റെ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചവർ എല്ലാവരും ഉയരത്തിലേക്ക് എത്തുന്നത് അവൻ കാണുന്നുണ്ട്. പക്ഷെ ഇവൻ ഈ ജോലിയിൽ വലിയ ഉയർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ജോലിയിൽ മാറാനും ഇവൻ ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ ഒടുവിൽ ഇതെല്ലാം ശ്രദ്ധിക്കുന്ന അവൻ്റെ മുതലാളി അവനൊരിക്കൽ അരികിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ കൂടെ പഠിച്ചവരെല്ലാം ഉയർന്നുണ്ടല്ലോ, പക്ഷെ നീ കുറെ കാലമായാലോ ഇതേ ജോലി തന്നെ പിന്തുടരുന്നത്, നിനക്ക് മറ്റെന്തും ജോലി ചെയ്യാൻ ആഗ്രഹമില്ലേ എന്ന ചോദ്യത്തിൽ ഈ സുരേഷ് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അവൻ വിനയത്തോടെ തല താഴ്ത്തി അവൻ ആ മുതലാളിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് എൻ്റെ ജോലിയാണ് ഇഷ്ടം. കാരണം എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ ഞാൻ ഉയരത്തിലേക്ക് എത്തിയാൽ അഹങ്കാരം വന്നു പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേടി ഉണ്ടാകുമ്പോൾ എനിക്ക് ഉയരത്തിലേക്ക് എത്താൻ കഴിയില്ല, ഞാൻ അഹങ്കരിച്ചു പോകും. അങ്ങനെ ഒരു പേടിയുള്ളത് കൊണ്ട് എനിക്ക് ഈ ജോലിയാണ് എനിക്കിഷ്ടം എന്നാണ് ആ സുരേഷിൻ്റെ മറുപടി. ഇത് കേട്ട ആ മുതലാളി ആശ്ചര്യത്തോടെ, അത്ഭുതത്തോടെ അവനെ ആ പാത്ര കഴുകലിൽ നിന്ന് മാറ്റി അടുക്കളയിൽ ഷെഫിൻ്റെ സഹായത്തിനായി നിയോഗിക്കുകയാണ്. അങ്ങനെ അവൻ കാലം കഴിയുന്നതോടും അവൻ ഓരോ ഐറ്റങ്ങളും ഓരോ ഫുഡുകളും ഉണ്ടാക്കാൻ അവൻ ആ ഷെഫിനോട് ചോദിച്ച് പഠിക്കുകയാണ്. ആ ഷെഫ് എന്താണോ പറയുന്നത് അത് അതേപടി അനുസരിച്ചാണ് ഈ സുരേഷ് ചെയ്യുന്നത്. വിനയത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് അനുസരണ എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഉസ്താദുമാർക്കാണെങ്കിലും ഏത് ടീച്ചേഴ്സിനാണെങ്കിലും ഒരു കുട്ടിയോട് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്നത് അവൻ പറഞ്ഞത് അനുസരിക്കുമ്പോഴാണ്.
അല്ലാതെ അവൻ പഠിക്കുമ്പോഴല്ല, അവൻ നന്നായി പഠിക്കുന്നുണ്ട് എന്നൊരു കാരണത്താലോ, അല്ലെങ്കിൽ അവൻ വല്ലാതെ ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊരു കാരണത്തിലോ ഒരു ടീച്ചേഴ്സ്മാരും അധികം ഇഷ്ടപ്പെടാറില്ല. മറിച്ച് അവൻ നല്ല അനുസരിക്കുന്നുണ്ടെങ്കിൽ, അവൻ ഇത്ര താഴ്ന്ന നിലയിലാണെങ്കിലും അതാണ് ഏതോ ഒരു അധ്യാപകരും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഈ ഷെഫിനും ഈ സുരേഷിന് വല്ലാതെ ഇഷ്ടമായി. കാരണം അവനെല്ലാം പറഞ്ഞതുപോലെ തന്നെ അനുസരിക്കുന്നുണ്ട്. ഈ ഒരു കാരണത്താലായിരുന്നു. അങ്ങനെ കാലം കഴിയുന്തോറും അവനക്ക് ആ ഷെഫിന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങേണ്ടി വന്നു. ഒടുവിൽ ആ മുതലാളി ഒന്നും തീരുമാനിക്കാതെ ഈ സുരേഷിനെ തന്നെ മെയിൻ ഷെഫാക്കി മാറ്റി. കേവലം പാത്രം മാത്രം കഴുകുന്ന ഈ സുരേഷിനെ ആ അടുക്കള മൊത്തം നിയന്ത്രണത്തിലാക്കിയാണ് ആ മുതലാളി ഈ സുരേഷിനെ മാറ്റിയത്. അങ്ങനെ അവൻ കഴിയുന്തോറും മറ്റൊരു കടവൻ തുറന്നു. അങ്ങനെ ഇന്ന് ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹോട്ടലുകൾ മുതലാളിയായി ഈ സുരേഷ് മാറിയിരിക്കുകയാണ്. ഇത് വേറൊന്നും കൊണ്ടല്ല, അവൻ്റെ കഠിനാധ്വാനമോ അല്ലെങ്കിൽ അവൻ്റെ പഠനമോ ഒന്നുമല്ല. ഒറ്റൊരു കാരണം, അവൻ്റെ വിനയം. ഈ വിനയം കൊണ്ടാണ് അവൻ്റെ ഈ നിലയിലേക്ക് എത്തിച്ചത്. വിനയം കൊണ്ട് നമുക്ക് ധാരാളം ഉപകാരങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം പഠിക്കാൻ സാധിക്കും. കാരണം ഏറ്റവും വലിയ അറിവ് ഏതാണെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ്. കാരണം നാം ഒരു വിഷയം ഉസ്താദന്മാർ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഉസ്താദന്മാർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കാറുണ്ട്, അല്ലേ? നിങ്ങൾ മനസ്സിലായോ വീണ്ടും വീണ്ടും ചോദിക്കാറില്ലേ? അപ്പോഴൊക്കെ നാം പലരും മൗനമാണ് നാം അവിടെ ചെയ്യല്. പക്ഷെ നാം മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാം ആവർത്തിക്കുന്ന മൗനമാണ്. അത് മനസ്സിലായോ ഇല്ലോ നമുക്കറിയില്ല. അത് ഉസ്താദ് ചില മനസ്സിലായിരിക്കുമ്പോൾ ആയിന്ന് പറയും. പക്ഷെ ക്ലാസ് ടെസ്റ്റിലോ അല്ലെങ്കിൽ ഉസ്താദ് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കൊന്നും കിട്ടാറില്ല. പക്ഷെ ആ സമയത്ത് നാം അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ തീർത്ഥം ഉസ്താദ് വീണ്ടും പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് വീണ്ടും ആ അറിവുകൾ നേടാൻ സാധിക്കും. പക്ഷെ നാം മറ്റുള്ളവരുടെ മുമ്പിൽ കുറവാകാതിരിക്കാൻ വേണ്ടി പലരും ചെയ്യുന്ന കാര്യമാണ് മനസ്സിലായി എന്ന് പറയും. അപ്പോൾ ഈ വിനയം കൊണ്ട് ധാരാളം അറിവുകൾ നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് വിനയം എന്നുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു വലിയ ഖലീഫയാണ്. അന്നത്തെ കാലത്ത് ഇസ്ലാമിലെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു. ആ രാജ്യത്തിന്റെ ഖലീഫാണ് ഉമർ റളിയല്ലാഹു അൻഹു. എല്ലാ രാജാക്കന്മാരുടെ ഒരു പേടി സ്വപ്നമാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആ സമയത്തും ഉമർ റളിയല്ലാഹു അൻഹു ഫലസ്തീനെ കീഴടക്കി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് അവിടുത്തെ അനുയായികൾ പറഞ്ഞു, ഏതായാലും ക്രിസ്ത്യാനി അടുക്കലല്ല പോകുന്നത്, അവിടെ വലിയ വലിയ ചക്രവർത്തിമാരാണ് അവിടെ ഉള്ളത്. അപ്പൊ അവരെ മുമ്പിൽ നല്ല രാജാതി വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല വാഹനത്തിലൊക്കെ പോയി കൂടെ എന്നാണ് അനുയായികൾ ചോദിക്കുന്നത്. അതിന് മറുപടിയായി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, ഇല്ല, ഞാൻ സാധാരണ വേഷത്തിൽ പോവുകയുള്ളൂ. അങ്ങനെ ദൂരയിലേക്ക് യാത്ര തിരിക്കുകയാണ്. വലിയ രാജാവാണ്, ഓർക്കണേ. ആ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവിടെ ക്രിസ്ത്യാനികൾ അവർക്ക് എന്ത് പറയണമെന്ന് തോന്നുന്നില്ല. കാരണം അവർക്ക് സന്തോഷവും അത്ഭുതവും ആശ്ചര്യവും എല്ലാം ഒന്നിച്ചിങ്ങനെ വരികയാണ്. കാരണം ഇത്ര വലിയ രാജാവ്, എല്ലാവർക്കും പേടി സ്വപ്നമായ ഒരു രാജാവ് ഇത്ര വിനയത്തോടെ ഈ ഒരു സാധാരണ വേഷത്തിൽ, ഒരു ഫക്കീറിന്റെ വേഷത്തിൽ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് എന്താണ് ചെയ്യണമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് അവർ ആശ്ചര്യത്തോടെ അവരെല്ലാവരും പറയുകയാണ്, നമുക്ക് മുമ്പേ പ്രവചിച്ചിരുന്നു, ഏതായാലും നമ്മുടെ ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാവി ഒരു ഖലീഫക്ക് കൈമാറേണ്ടി വരും. ആ സമയത്ത് ആ ഒരു ഖലീഫ വളരെ വിനയമുള്ള ഒരു ഖലീഫയായിരിക്കും എന്ന് മുമ്പ് നമുക്ക് പ്രവചിച്ചിരുന്നു. ഇപ്പൊ അതുപോലെ തന്നെയായി എന്നവർ വല്ലാതെ സന്തോഷിക്കുകയാണ്. അങ്ങനെ അവർക്കും ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വല്ലാതെ ഇഷ്ടം തോന്നുകയാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞത്, അവർക്ക് ഈ വിനയം കൊണ്ട് ധാരാളം ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടും. നമ്മളെ കൂടുതൽ അവർ ഇഷ്ടപ്പെടും. നാം ഏത് ഉയരത്തിലേക്ക് എത്തിയാലും നാം അവിടെ തെളിഞ്ഞു നിൽക്കും ഈ വിനയം കൊണ്ട്. അതുപോലെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നാം തയ്യാറാവണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവില്ലേ ജയാണ്ടി ടാറ്റ? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ?
ഉണ്ടാവില്ല. അപ്പോൾ ആ ജയാളി ടാറ്റയുടെ സ്വന്തം സ്റ്റേഡിയമായിരുന്ന വാങ്കഡെ, മുംബൈയിലുള്ള വാങ്കഡെ സ്റ്റേഡിയം സ്വന്തം സ്റ്റേഡിയമായിരുന്ന സമയത്ത് ആ ടാറ്റ ടിക്കറ്റ് ഇല്ലാതെ ആ സ്റ്റേഡിയത്തിലേക്ക് കടക്കുമ്പോൾ ആ ടാറ്റ ഇത് ഓണറാണെന്ന് മനസ്സിലാവാതെ ഒരു സെക്യൂരിറ്റി ആ ടാറ്റയെ തടയുകയാണ്. ഇത് കണ്ട ഒരു ഓഫീസർ വന്ന് ആ സെക്യൂരിറ്റിയോട് ദേഷ്യപ്പെടുകയാണ്. ഇത് ഇവിടുത്തെ ഓണറല്ലേ, ഇവരുടെ തടയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ടാറ്റയുടെ മറുപടി എന്താണെന്ന് അറിയോ? അയാളുടെ പണിയല്ലേ ചെയ്തത്, അയാൾ എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്നാണ് ടാറ്റയുടെ മറുപടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിനയം കൊണ്ട് ഏതൊരാൾക്കും വിജയം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സമയത്തിൻ്റെ അഭാവം കാരണം എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.